ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കി പല വാർത്തകൾ പലപ്പോഴായി പുറത്തു വരാറുണ്ട്. ലോകാവസാനമാകുന്നു എന്ന തരത്തിലുള്ള ചില പ്രവചനങ്ങളും ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുന്ന ചില സംഭവങ്ങളുമൊക്കെ നമുക്ക് ആശങ്കയാകാറുമുണ്ട്. ഇപ്പോഴിതാ ജപ്പാനിൽ നിന്ന് പുറത്തു വരുന്നത് വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ്. ജപ്പാൻ എന്ന രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ജപ്പാനിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുമായി ജപ്പാൻ രംഗത്ത് എത്തിയിരിക്കുകയാണ്. വടക്ക് കിഴക്കൻ തീരത്തുണ്ടായ 7.7 തീവ്രതയുള്ള ഭൂകമ്പത്തിന് പിന്നാലെയാണ് തുടർചലന മുന്നറിയിപ്പ് ഇപ്പോൾ ജപ്പാൻ നൽകിയത്. 3 മീറ്റർ ഏകദേശം 10 അടി ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടായേക്കാമെന്നും തീരദേശങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ടോക്കിയോയിൽ നിന്ന് 530 കിലോമീറ്റർ വടക്ക് മാറി ഇവാട്ടെ പ്രവിശ്യയുടെ തീരക്കടലിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളോട് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏറ്റവും വലിയ സുനാമി തിരമാലകൾ 80 സെന്റിമീറ്റർ ഉയരത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച ഉണ്ടായ ഭൂകമ്പത്തിന് മണിക്കൂറുകൾക്ക് ശേഷം നൽകിയ സുനാമി മുന്നറിയിപ്പുകൾ ഇപ്പോൾ നിലനിൽക്കുന്നു. 8.0 അല്ലെങ്കിൽ അതിലധികമോ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത സാധാരണ സമയത്തേക്കാൾ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്. കടലിനടിയിൽ 10 കിലോമീറ്റർ ആഴത്തിലുണ്ടായ ഈ ഭൂകമ്പത്തിന് പിന്നാലെ ഹോൺഷു ദ്വീപിലും വടക്കൻ മേഖലയായ ഹൊക്കൈഡോയിലും വലിയ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ടോക്കിയോയിൽ വരെ ഇതിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടിരിക്കുകയാണ്. പ്രാദേശിക സമയം വൈകുന്നേരം 4:52 ഭൂകമ്പത്തിന് ശേഷവും ഹൊക്കൈഡോയിൽ സുനാമി ജാഗ്രത നൽകിയിരുന്നു. ഭൂകമ്പത്തെ തുടർന്ന് ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളെ ബാധിക്കുകയും 100ഓളം വീടുകളിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്കിലും വലിയ നാശനഷ്ടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ക്യാബിനറ്റ് സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് ഏകദേശം 17 ലക്ഷത്തിലധികം ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും വലിയ ആശങ്കയിലാണ് ജപ്പാൻ. ഇത് ജപ്പാനെ മാത്രമല്ല ലോകത്തിനാകെ വലിയൊരു ആശങ്ക നൽകുന്ന വാർത്തകളും റിപ്പോർട്ടുകളുമാണ് ജപ്പാനിൽ നിന്ന് പുറത്തു വരുന്നത്.